നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ബോളിവുഡിൽ കോളിളക്കമുണ്ടാക്കിയ ബ്രേക്കപ്പ് ആയിരുന്നു ഐശ്വര്യ റായുടെയും സൽമാൻ ഖാന്റെയും. ബോളിവുഡിൽ കടന്നു വന്ന കാലത്ത് ഐശ്വര്യ സൽമാൻ ഖാനുമായി അടുക്കുകയായിരുന്നു. ബോളിവുഡിൽ ബാഡ് ബോയ് ഇമേജ് ഉള്ള വ്യക്തിയാണ് സൽമാൻ ഖാൻ. മിക്കപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മുൻകോപക്കാരനുമാണ്. ഇതെല്ലാം കണ്ടു തന്നെയാണ് ഈ ബന്ധത്തെ ഐശ്വര്യ മാതാപിതാക്കൾ ഏറെ എതിർത്തിരുന്നതും. എന്നാൽ ഐശ്വര്യ ബന്ധത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ മാതാപിതാക്കൾ ഭയന്നതുപോലെ തന്നെ പിന്നീട് സംഭവിക്കുകയും ചെയ്തു. ഐശ്വര്യയുടെ വ്യക്തി ജീവിതത്തെയും കരിയറിനെയും സൽമാൻ ഖാനുമായുള്ള പ്രണയം ഏറെ ബാധിക്കുകയായിരുന്നു. പൊസസീവായ സൽമാൻ ഐശ്വര്യ അഭിനയിക്കുന്ന സെറ്റുകളിലെത്തി പ്രശ്നമുണ്ടാക്കുന്നത് പതിവായി മാറിയിരുന്നു. ഇത് കാരണം ഷാരൂഖ് ഖാൻ നടിയെ 5ഓളം സിനിമകളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഹം ദിൽ കി ചുകേ സനം എന്ന സിനിമയിൽ സൽമാൻ ഖാനും ഐശ്വര്യയുമായി പ്രധാന വേഷം ചെയ്തിരുന്നത്. ഈ സിനിമയുടെ സെറ്റിൽ സൽമാന്റെ പൊസസീവ്നെസ് സംസാര വിഷയമായി മാറിയിരുന്നു. ഹം ദിൽ കി ചുകേ സനത്തിന്റെ ഐശ്വര്യയുടെ അമ്മയായി അഭിനയിച്ച സ്മിത ജയക്കർ ആണ് ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഐശ്വര്യ സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലി തൊട്ടപ്പോൾ സൽമാൻ ഇടപെട്ട സംഭവമാണ് സ്മിത ജയക്കർ തുറന്നു പറഞ്ഞത്. ഐശ്വര്യയ്ക്ക് ഒരു സീനിൽ വിശദീകരിച്ചു കൊടുക്കവേ സഞ്ജയ് നടിയെ തൊഴുകയുണ്ടായി. തുടർന്ന് സൽമാൻ ഖാൻ ഇടപെടുകയായിരുന്നു. സഞ്ജയ് സർ എന്തിനാണ് അവളെ തൊട്ടതെന്ന് അവർ ചോദിച്ചു. നിങ്ങൾക്കിങ്ങനെ ചെയ്യാനാകില്ല എന്ന് സൽമാൻ പറഞ്ഞത് സ്മിത ജേക്കർ ഓർക്കുന്നുണ്ട്. സൽമാന്റെ പൊസസീവ്നെസ് ആണ് ഐശ്വര്യയുമായുള്ള ബന്ധത്തിൽ പ്രധാന പ്രശ്നമായിരുന്നത്. സൽമാനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച ഐശ്വര്യ അന്ന് നടനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സൽമാൻ തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഐശ്വര്യ വെളിപ്പെടുത്തുകയുണ്ടായി. ആത്മാഭിമാനമുള്ള ഏതൊരു സ്ത്രീയെയും പോലെ തന്നെ താൻ ഈ ബന്ധം അവസാനിപ്പിക്കുകയാണ് എന്നായിരുന്നു ഐശ്വര്യ അന്ന് തുറന്നു പറഞ്ഞത്. സൽമാനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷം ഐശ്വര്യ പിന്നീട് നടനൊപ്പം അഭിനയിച്ചിട്ടില്ല. 2007 നടൻ അഭിഷേക് ബച്ചനുമായി വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ സൽമാൻ ഇപ്പോഴും അവിവാഹിതനായി തുടരുകയാണ്. പിന്നീട് പ്രണയബന്ധങ്ങൾ സൽമാന് ഉണ്ടായെങ്കിലും അവയെല്ലാം തകരുകയായിരുന്നു. മോഡലിംഗ് കാലത്താണ് ഐശ്വര്യ റായ് ബച്ചനൊപ്പം പ്രവർത്തിച്ചിരുന്ന മുൻ ആർട്ട് ഫിലിം സംവിധായകൻ പ്രഹ്ലാദ് കർക്ക് 2002 ഏറെ ചർച്ചയായ ഐശ്വര്യ സൽമാൻ പ്രണയബന്ധത്തിന്റെ അവസാനത്തെക്കുറിച്ച് വീണ്ടും തുറന്നു പറഞ്ഞത് ഏറെ ശ്രദ്ധ നേടുന്ന ഒന്ന് തന്നെയാണ്. 2025 നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത്. സൽമാൻ ഖാനുമായുള്ള വേർപിരിയൽ ഐശ്വര്യയ്ക്ക് ഒരു വിധത്തിലുള്ള ആശ്വാസമായിരുന്നുവെങ്കിലും അതിനേക്കാൾ അവളെ തകർത്തത് സിനിമാ വ്യവസായം തന്നെ കൈവിട്ടു എന്ന തോന്നലായിരുന്നു എന്നാണ് പ്രഹ്ലാദ് കർക്ക് പറയുന്നത്. സൽമാനുമായുള്ള ബന്ധം അവസാനിച്ചതോടെ തന്റെ സിനിമാ ജീവിതം അവസാനിച്ചുവെന്ന ഭയവും നിരാശയും ഐശ്വര്യയ്ക്ക് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അവൾക്ക് പിന്തുണ നൽകുകയായിരുന്നു. ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്. പക്ഷെ അവൾക്ക് ടെൻഷൻ ഇൻഡസ്ട്രിയിലെ ഭാവിയെക്കുറിച്ച് ആയിരുന്നു. സൽമാന് വേണ്ടി സിനിമാ ലോകം തന്നെ ഉപേക്ഷിച്ചതെന്ന തോന്നലായിരുന്നു അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരുന്നത്. താൻ ശരിക്കും വഞ്ചിക്കപ്പെട്ടു എന്ന വികാരമായിരുന്നു ഐശ്വര്യയ്ക്ക്. എന്നാൽ ബന്ധം അവസാനിപ്പിച്ചത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നുവെന്നും പ്രഹ്ലാദ് കർക്ക് പറയുന്നുണ്ട്. വേർപിരിയലല്ല, മറിച്ച് എല്ലാവരും സൽമാന്റെ ഭാഗം പിടിക്കുകയും അവളുടെ ഭാഗം ആരും കേൾക്കാതിരിക്കുകയും ചെയ്തതാണ് ഐശ്വര്യയെ കൂടുതലും വേദനിപ്പിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വേർപിരിയലിൽ അവൾ തകർന്നിരുന്നില്ല. എല്ലാവരും സൽമാന്റെ പക്ഷം പിടിച്ചു. എന്റെ പക്ഷത്ത് ആരുമില്ല എന്നതായിരുന്നു അവളെ വേദനിപ്പിച്ചത്. സത്യം അവളുടെ ഭാഗത്തായിരുന്നു. അതിനായിരുന്നു ഇൻഡസ്ട്രി അവൾ വിശ്വസിച്ചിരുന്നുമില്ല. കാര്യങ്ങൾ നീതിപൂർവമല്ലെന്ന് ഐശ്വര്യയ്ക്ക് തോന്നിയിരുന്നു. അവൾ തെറ്റുകാരിയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇരുവരോടും ഒരുപോലെ ഇൻഡസ്ട്രിയിലുള്ളവർ പെരുമാറിയിരുന്നുവെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ സംഭവിച്ചതെല്ലാം പൂർണ്ണമായും ഏകപക്ഷീയമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സൽമാൻ ഖാന്റെ പെരുമാറ്റം അതിരുകടന്ന നിയന്ത്രണ സ്വഭാവവും അമിതമായ ഉടമസ്ഥ ബോധവും നിറഞ്ഞതായിരുന്നുവെന്നും പ്രഹ്ലാദ് കർക്ക് പറയുന്നുണ്ട്. അദ്ദേഹം വളരെ ഒബ്സസീവ് ആയിരുന്നു. നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. ചിലപ്പോഴൊക്കെ വളരെ അക്രമാസക്തനും ആയും പെരുമാറി. അത്തരമൊരു വ്യക്തിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാനാവുക? അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഐശ്വര്യ ഒരിക്കൽ പോലും തന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഐശ്വര്യ താമസിക്കുന്ന അതേ കെട്ടിടത്തിൽ താമസിക്കുന്നതിനാലാണ് നേരിട്ട് കണ്ടറിഞ്ഞതാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഐശ്വര്യ എന്നോട് ഇതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതേ കെട്ടിടത്തിലായിരുന്നു താമസിച്ചിരുന്നത്. സൽമാൻ പലപ്പോഴും അവിടെ വന്ന് പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് പതിവായിരുന്നു. മതിലിൽ തലയിടിക്കുകയും ചെയ്തിരുന്നു. ഔദ്യോഗികമായി ബന്ധം അവസാനിപ്പിക്കുന്നതിനും ഏറെ മുൻപേ തന്നെ ആ ബന്ധം അവസാനിപ്പിച്ചിരുന്നു. അത് ഐശ്വര്യയ്ക്കും അവളുടെ മാതാപിതാക്കൾക്കും സത്യത്തിൽ ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഐശ്വര്യയും സൽമാനും തമ്മിലുള്ള വേർപിരിയൽ ഔദ്യോഗികമായി 2002 പുറത്തു വന്നത്. എന്നാൽ അതിന് ഏറെ മുൻപ് തന്നെ അവരുടെ ബന്ധം അവസാനിച്ചിരുന്നുവെന്നും അതിനുശേഷം ഇരുവരും ഒരുമിച്ച് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സിമി ഗരിവാളിന് നൽകിയ അഭിമുഖത്തിൽ ഐശ്വര്യ സൽമാനുമായുള്ള വേർപിരിയലിനെ കുറിച്ച് വളരെ ചുരുക്കമായിട്ടാണ് പ്രതികരിച്ചത്.
കൂടുതൽ വിശദാംശങ്ങൾ പരസ്യമായി പങ്കുവയ്ക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ആ അധ്യായം ഞാൻ പൂർണ്ണമായും അടച്ചു എന്നാണ് കരുതുന്നത്. ഇതിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുവാനോ പ്രത്യേകിച്ച് ഒരു പൊതുവേദിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ഐശ്വര്യ റായ് അന്ന് പറഞ്ഞത്.